എൻ്റെ മോനെ പീക്ക് എൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അടുത്ത 4 എപ്പിസോഡുകൾ കാത്തിരിക്കാൻ ഇത് തന്നെ ധാരാളം. അത്രയ്ക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മാതിരി പണ്ടലാണ് പണി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 ഒന്നും പറയാനില്ല, കിട്ടില്ല സാധനം. ലാസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഞാനും കാണാനിരുന്നത്. ഞാൻ ഓർത്ത പഴയ സീസണൊക്കെ പോലെ, അതായത് ഈ 2ഉം 3ഉം സീസണൊക്കെ ഉണ്ടല്ലോ, ഏകദേശം സെയിം കഥകളാണല്ലോ എല്ലാം വരുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ എന്തെങ്കിലും കാണിച്ച് നിർത്താനുള്ള പരിപാടി ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിരുന്നത്. അതുകൊണ്ട് ആ ഒരു ലോ ഹൈപ്പിൽ തന്നെയാണ് ഞാനിരുന്നത്. പക്ഷേ ഇത് വേറെ ലെവൽ സാധനം. നെറ്റ്ഫ്ലിക്സ് ഡൗൺ ആവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും. അമ്മാതിരി സാധനമാണ് കാണിച്ചു വെച്ചത് ഇതിനകത്ത്. ആദ്യം തുടക്കം തന്നെ 4th സീസണിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് വെക്ന എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊല്ലാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പഴയ പോലെ തന്നെ മോൺസ്റ്റേഴ്സ് വരുന്നു, ഇവര് കൊല്ലാൻ നോക്കുന്നു, ട്രാപ്പ് ഉണ്ടാക്കുന്നു, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇതിപ്പം ഈ പറയുന്ന പോലെ പഴയ സീസണൊക്കെ പോലെ തന്നെയാണോ ഇതും, അതോ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ലേ, കഥയിൽ ഇനിയിപ്പോൾ എന്താ കൊണ്ടുവരാനുള്ളത്. ഓൾറെഡി 4th സീസണിൽ കഥ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഇതിനകത്ത് പുതുതായിട്ട് എന്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വല്ലതും നടക്കുമോ ഇല്ലയോ എന്നുള്ള ഇതിലൊക്കെ ഇരിക്കുമായിരുന്നു. ഇത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ, അതായത് 1 മണിക്കൂറിന് മേലെയുണ്ട് ഒരു എപ്പിസോഡ്. അപ്പം വലിപ്പിക്കുമോ എന്നോർത്താണ് ഞാനിരുന്ന് കണ്ടത്. പക്ഷേ കിട്ടില്ല. ഒരു റൺ ടൈം ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, ധൈര്യമായിട്ടിരുന്ന് കാണാം. കാരണം ഓരോ എപ്പിസോഡും നിർത്തുന്നത് അതുപോലെ നിർത്തി വെക്കുന്നത്. നമുക്ക് പിന്നെ ഇതിന്റെ ബാക്കി കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അത് എല്ലാ എപ്പിസോഡിലും ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട സാധനം 4th എപ്പിസോഡ് ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു സാധനം ഇവന്മാർ കാണിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കാണിച്ചു വെച്ചിരുന്ന ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ടാ അറിയാം ഇവന്മാർ ഇതിനു വേണ്ടി എന്തോരം പണിയെടുത്തുണ്ട്, എത്രത്തോളം രൂപ പൊട്ടിച്ചിട്ടുണ്ടെന്നുള്ളത്. ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലാണ് പണിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വേണം ഇറക്കാൻ. അവഞ്ചേഴ്സിന്റെ മേലെയുള്ള ബഡ്ജറ്റ് എന്നൊന്നും പറഞ്ഞ് വെറുതെ അല്ല, അമ്മാതിരി സാധനം ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം കാണണം, വേറെ ലെവൽ സാധനമാണ്. പിന്നെ ഇതിനകത്ത് ക്യാരക്ടേഴ്സൊക്കെ തന്നെ എല്ലാവരും തന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. പിള്ളേരുടെ നിഷ്കളങ്കതയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന പോലെ ചിലവരുടെ അഭിനയത്തിൽ നമുക്ക് പിന്നെ ഒരു ഡൗൺ ഗ്രേഡ് പോലെയൊക്കെ തോന്നും. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇപ്പം 11ന്റെ ക്യാരക്ടർ ചില സ്ഥലങ്ങളിൽ പുള്ളിക്കാരത്തി ഈ പറയുന്ന പോലെ നമ്മുടെ ആക്ഷൻ രംഗങ്ങളൊക്കെ പിടിച്ച് പോകുന്ന സമയമുണ്ടോ. പിന്നെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും തന്നെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പഴയ സീസണിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന സ്റ്റീവ്, പുള്ളിക്കൊന്നും അധികം റോളില്ല, പക്ഷേ കുറെ സംഭവങ്ങളുണ്ട്. പുള്ളിയും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വളരെ നീറ്റായിട്ട് തന്നെ പുള്ളി പഴയ പോലെ തന്നെ പഴയ കിടലൻ സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വരുവാണെങ്കിൽ എനിക്കിനകത്ത് കല്ലേടിയായിട്ട് തോന്നുന്നു ജൊനാഥനും സ്റ്റീവും തമ്മിൽ നാൻസിക്ക് വേണ്ടിയിട്ട് ചെറിയ ഈഗോ ക്ലാഷ് പോലെ നടത്തുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് ചെറിയ കല്ലേടി പോലെയൊക്കെ തോന്നി. പിന്നെ ആസ് യൂഷ്വൽ LGBTQ+ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സീസണിൽ വരുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഇതിലെ ക്യാരക്ടേഴ്സിനെല്ലാം നമ്മൾ 4 സീസണായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരും എന്തൊക്കെ ചെയ്യും, ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യാനാകും, ഇതൊക്കെ നമുക്കറിയാം. അപ്പം നമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ സീസൺ കാണുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ വേറെ രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. ഈ സീസൺ ഫുള്ള് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇവരൊക്കെയാണ് സ്കോർ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിലും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കഥ നല്ലോണം മാറുന്നുണ്ട്. പല ക്യാരക്ടേഴ്സും വേറെ രീതിയിൽ പല രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ തരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും ചിന്തിച്ച് വെച്ചിരുന്ന ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു കഥ നേരെ തിരിഞ്ഞ് വേറെ രീതിയിലായിട്ടാണ് പോകുന്നത്. കൂടുതലൊന്നും പറയാനില്ല, കണ്ടറിയുക. സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസ് ധൈര്യമായിട്ടിരുന്ന് കാണുക. ഒന്നും പറയാനില്ല. ഈ സ്പോയിലറൊക്കെ വന്നതിന് മുമ്പേ എല്ലാവരും ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു സ്പോയിലറുണ്ട്. ആ സാധനം ഇപ്പോൾ എല്ലാവരും തന്നെ ഇൻസ്റ്റയിൽ അവിടെ ഇവിടെയൊക്കെ റീലിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എത്രയും പെട്ടെന്ന് ഈ സാധനം പോയി കാണുക. അടുത്ത 4 എപ്പിസോഡിൽ എന്താവും എന്നുള്ളത് ഒരു പിടുത്തമില്ല. അമ്മാതിരി സാധനമാണ്. അതുപോലെയാണ് എൻഡ് ചെയ്ത് നിർത്തിയേക്കുന്നത്. കാണാത്തവർ എത്രയും വെക്കുന്നു പോയി കാണാനേ ഞാൻ പറയുന്നുള്ളൂ. കിടിലൻ. ആ 4th എപ്പിസോഡ് മാത്രം മതി, വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ എല്ലാവരും കാണുക, നിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. നമുക്ക് അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. കിടലായിരിക്കും എന്തായാലും 100% ഉറപ്പാണ്. ഇതിൻ്റെ അവസാനം എന്തായാലും കിടലായിട്ട് അവസാനിപ്പിക്കുള്ളൂ എന്നുള്ളത്. ആ രീതിയിലാണ് ഇതിൻ്റെ സ്കെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ മേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരുടെ ഒരു പരിപാടിയല്ല ഇനി തൊട്ടങ്ങോട്ട്. പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് അതനുസരിച്ചുള്ള വയലൻസും കയറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കഥ പോകുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഇപ്പം മാക്സിൻ്റെ ക്യാരക്ടറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിനൊക്കെ പറയുന്നൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വേറൊരു ലെവലിലായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരെന്താണ് ഇത് അവസാനം എവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നുള്ളതൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കണത്. ഇത് ഇനി ഒരു സീസൺ കൊണ്ട് ഇത് എങ്ങനെ ഈ കഥ മൊത്തം തീർക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയും 4 എപ്പിസോഡുള്ളൂ, അതിനുള്ളിൽ ഈ സാധനമൊക്കെ തീർക്കണം. പിന്നെ ഓരോ എപ്പിസോഡും റൺ ടൈം കൂടുതലായതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാനിരിക്കണേ. റൺ ടൈം ഉണ്ടോ എന്നുള്ള ഒറ്റ പ്രതീക്ഷ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമോ എന്തോ ഒരു പിടുത്തമില്ല. ഞാൻ ടു എക്സൈറ്റഡ് ആണ് ഇത് അടുത്ത എപ്പിസോഡുകൾ കാണാൻ വേണ്ടി. മാക്സിമം എല്ലാവരും നേരത്തെ തന്നെ കാണുക. ഇത് സ്പോയിലർ ആവാതെ എല്ലാവരും വെക്കുന്നതിനെ കാണാൻ ശ്രമിക്കുക. കുറേ എണ്ണങ്ങൾ റീലൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം നേരത്തെ പോയി എല്ലാവരും കാണുക. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.